ഹായ് ഫ്രണ്ട്സ്, നട്ടപ്പാതിരാത്രി 2 മണിയാണ് നിങ്ങളീ കാണുന്നത്. തയ്ച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അടുത്ത ദിവസം ബർത്ത്ഡേക്ക് ഇടാനുള്ള ഡ്രസ്സുമാണ്. ബലൂണൊക്കെ തലേന്ന് വീർപ്പിച്ച് കഴിഞ്ഞാൽ കാറ്റ് പോകുന്ന വെച്ചെല്ലാം ഞങ്ങളെ സമയത്താണ് ചെയ്യുന്നത്. ഈ കുഞ്ഞാപ്പ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലാഷ് അടിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും കണ്ണടച്ച് ഉറങ്ങലാണ് പതിവ് സാധാരണ. സത്യം പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയൊരു തട്ടിക്കൂട്ടി പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കാരണം നന്ദേട്ടൻ ഇവിടെ സ്ഥലത്തില്ല, ആൾ എബ്രോഡ് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സങ്കടമായിരുന്നു, മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ടിട്ട് പിന്നെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവൻ്റെ രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി. അതിൻ്റെ വീഡിയോസൊന്നും സത്യം പറഞ്ഞാൽ എടുക്കാൻ സമയം കിട്ടിയില്ല, ഭയങ്കര ഒരു തിരക്കായിരുന്നു ആ സമയത്ത്. പിന്നെ കുറച്ച് ഫോട്ടോസും എൻ്റെ മോൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ആ ഫ്രെയിമിൻ്റെ കാര്യം കേട്ടോ അമ്മ പറയുന്നതിൽ കാർട്ടൂണിൽ തല വെട്ടി വെച്ച പോലെ മോൻ്റെ ഫസ്റ്റ് മന്ത് മുതൽ 12th മന്ത് വരെയുള്ള ഫേസസാണ് ആ ഫ്രെയിമിലിരിക്കുന്നത്. പിന്നെ കേക്കിൻ്റെ കുറച്ച് ഫോട്ടോസ്. കേക്ക് ഇവിടെ ചെയ്തത് ഇവിടെ അടുത്തുള്ളൊരു ഫ്രണ്ട് തന്നെയാണ് ചെയ്തത്. കേക്കൊക്കെ നല്ല ഭംഗിയായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. കാണാനും അതുപോലെ ഭംഗിയായിരുന്നു. സിംബയുടെ തീമിലുള്ളൊരു കേക്കാണ് കേട്ടോ ഞങ്ങൾ ചെയ്തത്. കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞങ്ങൾ ഏകദേശം അതുപോലെയൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ കേക്കിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഒരുവിധം വന്നു. പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോയി. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ നിന്നപ്പോഴത്തേക്കും ഇവൻ അത്ര അങ്ങോട്ട് സഹകരിച്ചില്ല. ആദ്യം തിരിഞ്ഞൊക്കെ അങ്ങ് നിന്നു. ഞാൻ വിചാരിച്ചു ഇത് നടപ്പിലാവുന്ന കേസല്ല. കാരണം എല്ലാ ഫസ്റ്റ് ബർത്ത്ഡേക്കും കുട്ടികളിങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ നേരം ഭയങ്കര കരച്ചിലാണ്. പക്ഷേ അത് എക്സ്പെക്റ്റ് ചെയ്താണ് ഞാൻ നിന്നത്. പക്ഷേ സമയമായപ്പോഴത്തേക്കും അത് സഹകരിച്ചു, കത്തിയിലൊക്കെ പിടിച്ച് വലിയ കാര്യത്തിൽ അവിടെ നിന്ന്. ഞാനും അമ്മയും എല്ലാവരും കൂടെ, ഞങ്ങളുടെ 2 അമ്മമാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തപ്പോൾ ആ സമയപ്പോൾ ആരും ഒന്നും വേണ്ടിയില്ല. അതാണ് ഞാനൊന്ന് നോക്കിയത്, എന്താ ഹാപ്പി ബർത്ത്ഡേ ഒന്നും ഇല്ല. പെട്ടെന്ന് അവിടെ നിന്ന് കുറച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കേട്ടു. സത്യം പറഞ്ഞാൽ എത്ര പെട്ടെന്ന് സമയം പോയതെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയം ഹോസ്പിറ്റലിലാണ്. തലേന്ന് ഞങ്ങൾ മാർച്ച് 19 ഞങ്ങൾ പോകുന്നു. മാർച്ച് 20 രാത്രി, ഞാൻ കറക്റ്റ് ആ സമയം ഇട്ടില്ല, 2 മണി കറക്റ്റ് 2 മണി 2:10 ആയപ്പോഴത്തേക്കും മോൻ അവൻ ഡെലിവറി കഴിഞ്ഞു. വെളുപ്പിന്, അതായത് അർദ്ധരാത്രി 2 മണിക്കായിരുന്നു, 2:10 ആയപ്പോഴത്തേക്കായിരുന്നു കറക്റ്റ് അവൻ്റെ ടൈം ഓഫ് ബർത്ത് എന്നൊക്കെ പറയുന്നത്. സത്യം ആർക്കും ഒരു ശല്യം ഇല്ലാണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടന്നത്. എന്ന് വെച്ചാൽ രാത്രി എല്ലാവരും ഉറങ്ങാൻ പോയി, നേരം വെളുത്ത് നിന്നപ്പോഴത്തേക്ക് എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു ഡെലിവറി കഴിഞ്ഞു. ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു എല്ലാവരും. കേക്കൊക്കെ കഴിച്ച് എല്ലാവരും. ഇത് അവന് കിട്ടിയ സൈക്കിളാണ് കേട്ടോ ഗിഫ്റ്റ്. അവൻ്റെ ഞങ്ങളുടെ ഒരു കസിൻ ബ്രദർ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കും. പിന്നെ രാത്രി വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇതുപോലെ നടക്കാനൊക്കെ ഇറങ്ങും. അങ്ങനെ അതിൻ്റെ ബഹളവും പിന്നെ രാത്രിയിൽ വന്ന് അവൻ്റെ കുറച്ച് മണ്ടയ്ക്ക് കയറ്റമൊക്കെ കഴിഞ്ഞ് ആണ് ഞങ്ങൾ ഉറങ്ങുന്നത്. സാധാരണ ഇതുപോലെ വൈകിട്ട് നടക്കാൻ ഇറങ്ങും. പിന്നെ വന്ന് കണ്ടില്ല, ഭയങ്കര കുരുത്തക്കേടാണ് ഇപ്പോൾ, ഭയങ്കര കുരുത്തക്കേട്. ഇങ്ങനെ തോളിൽ കയറുക, മണ്ടി കയറുക, ഇറങ്ങുക, ഇതൊക്കെ ഇപ്പോൾ അവൻ്റെ ഹോബീസ്. ചെറിയൊരു വ്ളോഗാട്ടോ ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.